ഹലോ ഫ്രണ്ട്സ്, വളരെ പ്രധാനപ്പെട്ട മാർക്കറ്റ് ഇൻഫർമേഷനാണ്. നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടുകൾ സകലകാല റെക്കോർഡിലാണ് നിൽക്കുന്നത്. അങ്ങനെ ഡിസംബർ 2025 അവസാനിച്ചപ്പോൾ നമ്മുടെ ടോട്ടൽ ഡിമാറ്റ് അക്കൗണ്ട് 21,59,30,000 എത്തി നിൽക്കുന്നു. കഴിഞ്ഞ ഒരു 2019 കൊറോണയ്ക്ക് മുമ്പ് വെറും 3,93,00,000 ഡിമാറ്റ് അക്കൗണ്ടുകളാണ് നമുക്കുണ്ടായിരുന്നത്. അപ്പോൾ 2019 മുതൽ ഈ ഒരു 6 വർഷം കൊണ്ട് ഏകദേശം നമ്മൾ 21,50,00,000 എത്തിയിരിക്കുന്നു. ഡിമാറ്റ് അക്കൗണ്ടുകളുടെ എണ്ണത്തിൽ വൻ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഈ 21,59,30,000 ഡിമാറ്റ് അക്കൗണ്ടുകളിൽ ഏകദേശം 17,27,00,000 ഡിമാറ്റ് അക്കൗണ്ടുകളും ഉള്ളത് CDSL-ലാണ്. അതേപോലെ 4,31,09,000 ഡിമാറ്റ് അക്കൗണ്ടുകൾ ഉള്ളത് NSDL-ലാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം ഇതേ സമയം 18,53,00,000 ഡിമാറ്റ് അക്കൗണ്ടുകളായിരുന്നു ഉണ്ടായിരുന്നത്. ആ 18,53,00,000 നിന്നാണ് ഒരു വർഷം കൊണ്ട് ഏകദേശം 21,50,00,000 നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടുകൾ വളർന്നിരിക്കുന്നത്. വലിയ ചേഞ്ചസ് തന്നെയാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 16.5% വർധനവാണ് ഡിമാറ്റ് അക്കൗണ്ടുകളിൽ ഒരു വർഷം കൊണ്ട് വന്നിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ. പക്ഷേ വേറൊരു കാര്യം കൊണ്ടുണ്ട്, 2019 മുതൽ ഇങ്ങോട്ട് എടുക്കുന്ന അല്ലെങ്കിൽ 2020 മുതൽ ഇങ്ങോട്ട് എടുക്കുന്ന കഴിഞ്ഞ 5 വർഷത്തെ ഡിമാറ്റ് അക്കൗണ്ടുകളുടെ വർധനവ് നോക്കുന്ന സമയത്ത് ഏറ്റവും കുറവ് വർധനവാണ് 2025 വന്നിരിക്കുന്നത്. കാരണം 2020 19 അപേക്ഷിച്ച് 26% വർധനവുണ്ടായിരുന്നു. അതായത് 39 കോടിയിൽ നിന്നും ഏകദേശം 49 കോടിയായിട്ട് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടുകൾ വർദ്ധിച്ചിരുന്നു. 10 കോടിയിലധികം ഡിമാറ്റ് അക്കൗണ്ടുകൾ ഒരു വർഷം തുടർന്നിരുന്നു. അതേസമയം തൊട്ടടുത്ത വർഷത്തേക്ക് 2020 നിന്നും 2021 എത്തുന്ന സമയത്ത് ഏകദേശം 49 ഡിമാറ്റ് കോടികൾ ഉണ്ടായിരുന്നത് 4,90,00,000 ഉണ്ടായിരുന്നത് 8,59,00,000 എത്തിയിരുന്നു. അതായത് 61% വർധനവുണ്ടായിരുന്നു. ആ സമയത്താണ് കൊറോണയും കാര്യങ്ങളും ഏറ്റവും കൂടുതൽ ആൾക്കാർ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വന്നതും ഡിമാറ്റ് അക്കൗണ്ടുകൾ തുറന്നതും. അവ 2021-22 വരുന്ന സമയത്ത് 34% വർധനവ്, അതായത് 8 കോടിയിൽ നിന്നും ഏകദേശം 10,80,00,000 ഉയർന്നിരുന്നു. അവിടെ നിന്നാണ് ഇപ്പോൾ പടിപടിയായിട്ട് ഉയർന്നിപ്പോൾ 21,50,00,000 59,00,000 നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ട് കൂടും. അതായത് ഇന്ത്യയിൽ ഇക്വിറ്റി കൾച്ചർ കൂടി വരുന്നു. ഡിമാറ്റ് അക്കൗണ്ടുകൾ വഴിയുള്ള നേരിട്ടുള്ള ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ്, മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഒക്കെ തന്നെ കൂടി വരുന്നു എന്നുള്ളതാണ്. സോ വരുന്ന സമയങ്ങളിൽ ഇതൊരു വലിയ പ്രൊഫഷനായി മാറിയേക്കാം. പല ജോബ് ഓപ്പർച്യൂണിറ്റീസും ഈ സെക്ടറുമായിട്ട് വന്നേക്കാം. ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലായിട്ട് വരുന്നത് മാർക്കറ്റിനെ തന്നെ ഹെൽത്തി ആയിട്ട് തന്നെയാണ് കാണുന്നത്. കാരണം കൂടുതൽ ആൾക്കാർ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട CBSE അടക്കമുള്ള സിലബസുകളിൽ 5ാം ക്ലാസ് മുതൽ ഫിനാൻഷ്യൽ ലിറ്ററസി വരുന്നു. സോ ഓൾ ടുഗെദർ ഡിമാറ്റ് അക്കൗണ്ടുകൾ കാണിക്കുന്ന സൂപ്പർ തന്നെയാണ്.